friends, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി നാച്ചുറൽ താളിയാണ് കേട്ടോ. ഷാമ്പൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ മുടിയുടെ തിക്നെസ് ഒക്കെ കൂട്ടാനും അതുപോലെ തലയിലുള്ള താരൻ ഈ പൊടിഞ്ഞു വരുന്നില്ലേ മഞ്ഞുകാലത്തൊക്കെ അതൊക്കെ കംപ്ലീറ്റ് പോക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് പെട്ടെന്ന് മുടി വളർച്ചയ്ക്ക് ഒന്ന് കൂടാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു താളി യൂസ് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ആ ഒരു താളിയാണ് എങ്ങനെ ഉണ്ടാക്കാം, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ അലോവേര ഗാർഡനിലേക്കാണ് പോകുന്നത്. അപ്പം ഇതിൽ അലോവേര വേണം, അതുപോലെ കുറച്ച് ഐറ്റംസ് വേണം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹെർബൽ താളി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അലോവേര പ്ലാന്റിൽ നിന്ന് ഒരു ചെറിയൊരു ലീഫ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും അലോവേര കണ്ടപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ട് ഏത് കട്ട് ചെയ്യും എന്നുള്ളത്. അപ്പം നമ്മൾ കറക്റ്റ് നല്ല സൈസുള്ള എന്താ പറയുക തൂങ്ങിക്കിടക്കുന്നുണ്ടല്ലേ താഴേക്ക്, അതാകുമ്പോൾ നമുക്ക് എന്താ അതിനി കേടായി പോകും. അങ്ങനെ തൂങ്ങിക്കിടന്ന് കഴിഞ്ഞാൽ നല്ല മഴക്കാറും കാറ്റും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അലോവേര കട്ട് ചെയ്തിട്ട് വേഗം എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോകണം. ഈ ഒരു ലീഫാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അപ്പോൾ ഞാൻ അധികം അടുപ്പിച്ചിട്ട് കട്ട് ചെയ്യുന്നില്ല, കാരണം ആ അലോവേരൻ്റെ വളർന്നു വരുന്ന തണ്ടിൻ്റെ അവിടെയൊക്കെ വെട്ടിപ്പോയാൽ പിന്നെ അലോവേര ഒന്നാകെ ഉണങ്ങിപ്പോവും. അപ്പം നമ്മൾ ഇതുപോലെ ഒരു വലിയൊരു ലീഫാണ് കട്ട് ചെയ്തത്. ഇത്രയും ലീഫിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പം ഞാൻ കട്ട് ചെയ്ത് എനിക്ക് വേറെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനും കൂടി വേണ്ടിയാണ് ഇത് വലിയൊരു ലീഫ് നോക്കി കട്ട് ചെയ്തത്. അതിൻ്റെ ആ ഒരു കറ കണ്ടില്ലേ, യെല്ലോ കളറിലുള്ളത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അത് കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കൊട്ടയിലേക്ക് ഇത് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പറിക്കണം. അപ്പോൾ അലോവേര നമുക്ക് സെറ്റായി നമ്മൾ പാകത്തിനുള്ള നോക്കി ഒന്ന് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് തുളസിയാണ് കേട്ടോ. അപ്പോൾ തുളസി ഞാനിങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ തുളസി ഉണ്ട്. ഇപ്പോൾ പണ്ടൊന്നും തുളസി തീരെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ വീട്ടിലൊക്കെ പോയി തുളസി പറിക്കാറായിരുന്നു. പിന്നെ അവിടുന്ന് കൊണ്ട് ഇവിടെ നട്ട് അതിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ വിത്ത് വീണ് ഒരുപാട് തുളസി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് രാമതുളസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തുളസി യൂസ് ചെയ്യുക. കൃഷ്ണ തുളസി ഉണ്ട്, രാമതുളസി ഉണ്ട്. രാമതുളസി ആകുമ്പോൾ അതിൻ്റെ ഇല നല്ല പച്ച കളറിൽ ഇതുപോലെ ആയിരിക്കും. കൃഷ്ണ തുളസി ആകുമ്പോൾ അതിൻ്റെ ഇല കുറച്ചൊന്ന് ഡാർക്ക് ആയിരിക്കും. എന്താ പറയുക, ഒരു വയലറ്റ് കൂടി ഒരു പച്ചയായിരിക്കും. അതൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് ആയിരിക്കും വരിക. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കതിര് പൂവില്ലേ, അത് ശ്രദ്ധിച്ച് അത് കുറച്ച് നല്ല ഡാർക്ക് കളറിലായിരിക്കും അതുണ്ടാവുക. അപ്പം ഞാൻ കുറച്ച് പറിക്കുന്നുണ്ട്. ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലുള്ളത് അങ്ങനെ പറിക്കുന്നില്ല, കാരണം ഓരോ ആവശ്യത്തിന് നമ്മൾ ദൂരത്ത് പോയി പറിക്കാനൊക്കെ എന്തെങ്കിലും ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നൈറ്റൊക്കെ എടുക്കാനാകുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം ഞാൻ കുറച്ച് വിറ്റിട്ടുള്ളതാണ് പറിക്കുന്നത്. അപ്പം നമ്മളെ ടോമി ഇങ്ങനെ വയ്യാലെ നടക്കുന്നുണ്ട്. അപ്പം എല്ലാ കാര്യത്തിനും എവിടെ പോയാലും മൂപ്പരപ്പം ഇറങ്ങി ഓടി വരും. അപ്പം നമ്മൾ ഈ തുളസി പറിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ കതിരോടൊക്കെ ഒന്നാകെ നുള്ളിയെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ അതിൻ്റെ ഇല മാത്രം പറിക്കുന്ന സമയത്ത് നമ്മളെ ചെടി പെട്ടെന്ന് വാടിപ്പോവാനോ ഉണങ്ങിപ്പോവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കതിര് നുള്ളിയെടുക്കുന്ന സമയത്ത് അവിടുന്ന് പുതിയ ഇലകളൊക്കെ പൊട്ടി മുളച്ച് ഇങ്ങനെ ശിഖകളായിട്ട് വന്നോളും ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു തുളസി ചെടിയിൽ നിന്ന് പറിച്ചത്. അപ്പോൾ ഇനി കുറച്ചും കൂടി എനിക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുറച്ചുകൂടി വീടിൻ്റെ ഫ്രണ്ടിലെ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വലിയൊരു തുളസീൻ്റെ ചെടിയുണ്ട്. പക്ഷെ അതിൽ കംപ്ലീറ്റ് ഈ കാട്ടുവള്ളി വന്ന് പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ ചെടി പെട്ടെന്ന് നശിച്ചു പോവും. അപ്പം നമ്മളത് ശ്രദ്ധിക്കാതെ വിട്ടുപോയി. അപ്പം ഞാൻ കംപ്ലീറ്റ് ആ ഒരു ചെടിയുടെ ആ വള്ളി കംപ്ലീറ്റ് പറിച്ച് ഒഴിവാക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തുളസിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞുണങ്ങി പോവും. ഇത് കംപ്ലീറ്റ് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. പിന്നെ അതിൽ ഒരുപാട് തുളസിക്കതിര് കണ്ടോ, അതുപോലെ തുളസിക്കതിര് വന്നു കഴിഞ്ഞാൽ നമ്മളത് പൊട്ടിച്ചെടുത്തിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പുതിയ തൈകളൊക്കെ പെട്ടെന്ന് തന്നെ മുളച്ചു വരും. അപ്പം ഞങ്ങൾ ഫസ്റ്റ് എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, തീരെ തുളസി ഇല്ലാത്ത ടൈമിൽ ഇതുപോലെ കതിര് നുള്ളി എടുത്തിട്ട് അതിൽ ഒരു അരിമണി പോലെ ഉണ്ടാവും. നമ്മളിങ്ങനെ ജസ്റ്റ് ഉറച്ച് കൊടുത്താൽ തന്നെ അതിൽ നിന്നൊരു അരിമണി പോലെ ഇങ്ങനെ വരും. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ചുറ്റുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ ആകുമ്പോൾ പുതിയ തൈകൾ ഞാൻ ഈ ഇല്ലാത്ത ഭാഗത്തേക്ക്, കാടുകളൊന്നും ഇല്ലാത്ത ഭാഗത്തേക്ക് ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്തേക്കൊക്കെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തനിയെ, അല്ലെങ്കിൽ മഴയൊക്കെ പെയ്തിട്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തനിയെ വീണിട്ട് കുറേയൊക്കെ താഴെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കതിര് നുള്ളി കൊടുത്താൽ നമ്മൾ ആ ഒരു ചെടിക്കും കൂടി കുറച്ചുകൂടി നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പം. അപ്പം ഇതൊക്കെ കണ്ടില്ലേ, പറമ്പിലെ ആ ഭാഗത്തേക്കൊക്കെ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് കുറേ. ഇപ്പോൾ ഇത് നമ്മളൊരു ആലാണ് കേട്ടോ. അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു, തെങ്ങ് മുറിച്ചപ്പോൾ അതിൻ്റെ സൈഡിൽ എത്ര വെട്ടിയാലും ഈ ആല് ഇതുപോലെ തന്നെ വളർന്നു വരും. അപ്പോൾ ഒരു രസമാണ്, ഒരു ഐശ്വര്യമാണ് ആലൊക്കെ കാണുന്നത്.
ഇനി നമ്മളെ താളിക്ക് ആവശ്യമായിട്ടുള്ളത് ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആര്യവേപ്പിൻ്റെ മരമാണ്. അപ്പോൾ ഇത് എത്രയായാലും ഇങ്ങോട്ട് പെട്ടെന്ന് വളർന്നു വരാനൊരു ബുദ്ധിമുട്ടാണ്. കുറേ തൈ ഞങ്ങൾ കൊണ്ട് നട്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങളെ വീട്ടിൽ ആര്യവേപ്പ് ഒന്ന് പിടിച്ചു വരാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു നിലയിൽ ഇങ്ങനെ വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പറിക്കുന്നില്ല. അപ്പോൾ നമ്മളെ പറമ്പിൽ വേറൊരു ചെറിയ തൈയും കൂടി വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ഇലകളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത് നമുക്ക് പെട്ടെന്നൊക്കെ ആവശ്യം വരുമ്പോൾ ഓടിച്ചെന്ന് പറിക്കാമെന്ന് വിചാരിക്കുക. പറമ്പിലൊക്കെ പോയി പറിക്കാൻ കുറച്ചൊരു സമയവും അതുപോലെ തന്നെ ഒരു പണിയുമല്ലേ. ഇത് മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടിൻ്റെ മരമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൈ വാങ്ങി നട്ടതാണ്, വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ പുല്ലൊക്കെ ചെത്തിക്കോരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്തേക്കൊക്കെ പുല്ല് ചെത്തിക്കോരാനുണ്ട്. അപ്പോൾ ഇവിടെ വാഴത്തോട്ടും തെങ്ങും തോപ്പും കൂടി ആയിട്ടുള്ളതാണ് ഇവിടെ. അപ്പോൾ നമ്മൾ കുറച്ച് വാഴകളൊക്കെ നട്ടിട്ടുണ്ട്. മുള്ളാണ് കേട്ടോ, ശ്രദ്ധിച്ച് നടക്കണം അതിലേക്ക്. അപ്പം ഇനി നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ ആര്യവേപ്പിൻ്റെ ചെറിയൊരു തൈ. ആര്യവേപ്പ് പിടിച്ചു വരാൻ കുറച്ചൊരു പണിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ടാണ് ഇതിന്നൊക്കെ പറിച്ചെടുക്കാറുള്ളത്. നമ്മൾ നട്ട പാടൊന്നും ഇങ്ങനെ നമ്മൾ ഈ ചെടിയിൽ നിന്നൊന്നും പെട്ടെന്ന് തന്നെ ഇലകളൊന്നും പറിക്കാൻ പാടില്ല. അപ്പം ഞാൻ കംപ്ലീറ്റ് ആ തണ്ടോട് കൂടി പറിച്ചെടുക്കുകയാണ്. നമ്മൾ ഊരിയെടുക്കുന്നതിനെക്കാട്ടും നല്ലത് ആ തണ്ടോട് കൂടി തന്നെ പറിക്കുന്നതാണ്. അപ്പം ഞാൻ താഴത്തെ ഭാഗത്തുള്ള ഇലയാണ് നോക്കി പറിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മതി, ഒരു 3-4 5 തണ്ട് ഇല ഒന്നാകെ എടുത്താൽ മതി. അപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഉള്ള വീടുകളിലൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഇല ഉണ്ടാവുന്നത് കാണാം, ആര്യവേപ്പിൻ്റെ. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മതി നമ്മളെ താളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് കൊട്ടയിലേക്ക് ഇടാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെമ്പരത്തിയാണ് കേട്ടോ. ചെമ്പരത്തിൻ്റെ ഇലയും വേണം, അതുപോലെ തന്നെ ചെമ്പരത്തിൻ്റെ പൂവും വേണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നട്ട് വളർത്തിയിട്ടുണ്ട്. മുൻപേ നമ്മളതൊന്നും വീട്ടിലില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഇതൊക്കെ പുറത്തുനിന്ന് ഓരോ വീട്ടിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നട്ടതാണ്. ഇതാണ് നമ്മളെ ചെമ്പരത്തി. ചെമ്പരത്തിൻ്റെ തന്നെ 3 തൈകളുണ്ട്. തൈകൾ വെച്ചിട്ട് ഇതുപോലെ വലുതായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ താളിയൊക്കെ ഉണ്ടാക്കുമ്പം ഏറ്റവും നല്ലത് 5 ഇതൾ ചെമ്പരത്തി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറേ നല്ല ഭംഗിയുള്ള ചെമ്പരത്തികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. ഇതാണ് 5 ഇതൾ ചെമ്പരത്തി, കണ്ടില്ലേ, റെഡ് കളറായിട്ട്. അപ്പം ഇതാണ് കുറച്ചും കൂടി നല്ലത്. തമിഴന്മാരൊക്കെ ചുവട്ടിൽ വെക്കുന്നത് നമ്മൾ കാണാം. അവർ ഇങ്ങനെ പൂ വെക്കും, നമ്മൾ മുല്ലപ്പൂ വെക്കുന്ന പോലെ അവർ ചെമ്പരത്തി പൂവാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ വെച്ച് നോക്കുമ്പം ചെമ്പരത്തി പൂ എന്ന് വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മൾ ചെമ്പരത്തി വെച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് വട്ടാണ്, അങ്ങനെ ഇതാണെന്നൊക്കെയാണ് പറയുക. പക്ഷെ അതിൻ്റെ ഗുണം നോക്കുന്ന സമയത്ത് നല്ലതാണ് ചെമ്പരത്തി എന്ന് പറയുന്നത്. അപ്പം ഇപ്പം എന്ന് വെച്ചാൽ പല പല ഭംഗിയുള്ള ചെമ്പരത്തികളുണ്ട്, 2 തട്ടായിട്ടും 3 തട്ടായിട്ടൊക്കെ വരുന്നത്. പക്ഷേ അങ്ങനത്തതല്ല നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു ടൈപ്പാണ്, ഈ ഒരു ചെമ്പരത്തിയാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ താളിയൊക്കെ ഉണ്ടാക്കുമ്പം ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ ഇതിൻ്റെ പൂവാണ് നല്ലത്. അപ്പോൾ എനിക്കൊരു 4-5 പൂക്കളാണ് കിട്ടിയത്. കുറേ പൂവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂവ് എന്താ പറയുക ഉണ്ടായിട്ട് കുറേ വാടിയൊക്കെ പോയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ അച്ഛൻ കുറേ ചവലയൊക്കെ കണ്ടില്ലേ, താഴെ നിറച്ചും ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി ഒരു ദിവസം കത്തിച്ചിരുന്നു. അത് ചെമ്പരത്തിൻ്റെ സൈഡിലായിരുന്നു. അപ്പോൾ കുറച്ചൊരു ഭാഗമൊക്കെ ചെമ്പരത്തി ഒന്ന് കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയിട്ട് വന്നതാണ് ചെമ്പരത്തിൻ്റെ ചെടി. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തത് കേട്ടോ താളിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് ഇല പറിച്ചെടുക്കാം കേട്ടോ ചെമ്പരത്തിയുടെ. അപ്പം ചെമ്പരത്തിയുടെ ഇല നല്ലതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ തെഴുപ്പ് എന്താ പറയുക, ഇളയ ഇല യൂസ് ചെയ്യാൻ നോക്കുക. നമ്മൾ അധികം മൂത്ത ഇലകളില്ലേ, അത് യൂസ് ചെയ്യേണ്ട. അതിൽ പണ്ടൊക്കെ അച്ചമ്മയൊക്കെ എടുക്കുന്നത് കാണാം താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ചമ്മയൊക്കെ നമ്മൾ എന്താ പറയുക, ഈ കട്ടിയുള്ള ഇലകളെക്കാട് നല്ല തെഴുപ്പ് നോക്കിയിട്ടാണ് എടുക്കാറുള്ളത്. തളിർത്ത് വരുന്ന ഇലകളാണ് എടുക്കാറുള്ളത്. ഓവർ തളിർത്തതല്ല, കുറച്ചൊരു പാകമായിട്ടുള്ള ഇലകളാണ് നോക്കി എടുക്കാറുള്ളത്. അപ്പം കുറച്ച് ഇല നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത് ഇതുപോലെ നുള്ളി എടുക്കാം കേട്ടോ ആ ചെടിയിൽ നിന്ന്. അപ്പം ഇതൊക്കെ നമ്മളിങ്ങനെ മുൻപേ നട്ടുകൊണ്ട് ഇപ്പം ഇങ്ങനെ യൂസ് ചെയ്യാനൊക്കെ സുഖമായി. അല്ലാതെ നമ്മൾ പണ്ടൊക്കെ വേറെ വീട്ടിൽ നിന്നൊക്കെ പോയിട്ട് പറിച്ചെടുക്കാറായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു നാച്ചുറൽ താളി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഈ ഒരു ആട്ടുകല്ലിലാണ് നമ്മൾ ഈ കല്ലിൽ ചതച്ചെടുക്കാൻ പോവുകയാണ്. പണ്ടുള്ള കല്ലാണിത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പുറത്തിട്ടുകൊണ്ട് വല്ല പൊടിയോ ചളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി ജസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഇലകൾ എല്ലാം തുളസി, ചെമ്പരത്തിയുടെ ഇല, കറ്റാർവാഴയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഞാൻ ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഇതിങ്ങനെ തണ്ടോട് കൂടി ഞാൻ എടുത്തതാണ്. അപ്പോൾ നമ്മളിത് ചതച്ചെടുക്കാൻ പോകുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഊരിയിട്ട് ഇല മാത്രം ഊരിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഊരിയെടുക്കാം. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറയുന്നത് നല്ലതാണ് നമ്മളെ ഹെയറിന്. നമ്മളുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ചൊറിച്ചിലൊക്കെ ഇല്ലേ, ഭയങ്കര ഇറിറ്റേഷനൊക്കെ തോന്നുന്നത്, അതൊക്കെ ഒഴിവായി കിട്ടാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഈ താരൻ്റെ ശല്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഈ താരനൊക്കെ കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് ആര്യവേപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ നമ്മളെ മുടി വളർച്ചയ്ക്കും ഏറ്റവും നല്ലതാണ് നമ്മൾ ഈ നീം ഓയിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ നീം ഇതുപോലെ താളിയിലൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ഈ ചിലർക്കൊക്കെ നേരത്തെ തലമുടി നരയ്ക്കുന്നൊരു പ്രശ്നം വരാറില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഡിലേ ആക്കാൻ വേണ്ടിയിട്ട്, ഈ നരയൊന്നും പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള താളികളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നമ്മളെ ഹെയറിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടും. അപ്പം നീം നമ്മൾ യൂസ് ചെയ്യുമ്പം ഇത്രയും ഗുണങ്ങൾ നമുക്ക് കിട്ടും. നമ്മളെ ഹെയറിനെ പോലെ തന്നെ നമ്മളെ സ്കിന്നിനും വളരെയധികം നല്ലതാണ്. ഇനി നമുക്ക് ഒരു പീസ് അലോവേര, ഞാനത് കംപ്ലീറ്റ് എടുത്തിട്ടില്ല കേട്ടോ, ഈ ഒരു ചെറിയ പീസ് മാത്രമാണ്. അപ്പോൾ അലോവേരൻ്റെ പിന്നെ പറയണ്ടല്ലോ, ഞാൻ മുൻപുള്ള വീഡിയോസിലൊക്കെ അലോവേരൻ്റെ ഗുണങ്ങൾ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഹെയറിനുള്ളത്. നമ്മളുടെ ഹെയറിൻ്റെ സ്ട്രെങ്ത്ത് കൂടാനും അതുപോലെ തന്നെ നമ്മളെ ഹെയർ ഒന്ന് ഷൈനി ആയിട്ട് വെക്കാനും, അതുപോലെ എന്താ പറയുക, മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് അലോവേര ഇതുപോലെ യൂസ് ചെയ്യുന്നത്. താളിയായിട്ട് യൂസ് ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് പാക്കുകളായിട്ടൊക്കെ തലയിൽ അലോവേര യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ അഞ്ചിതൾ ചെമ്പരത്തി, ഇതിൻ്റെ ഇടയിൽ നമ്മളെ ടോം ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ വന്നാലും എവിടെ പോയാലും ഇവന് ഇത് തന്നെയാണ് പരിപാടി. അവനെന്തോ ഫുഡ് കഴിക്കാനുള്ളതെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം ഇതുപോലെ നമ്മൾ ഇതളുകളിങ്ങനെ നുള്ളിയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ പൂവിൻ്റെ ആ പൊടിയില്ലേ, പൂമ്പൊടിയൊക്കെ ചിലർക്ക് അലർജി ഉണ്ടാവും. അപ്പം അതൊന്നും നമ്മൾ ഈ ഒരു താളിയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതളുകൾ മാത്രം അതിൽ ആഡ് ചെയ്തെടുത്താൽ മതി. ആ പൂമ്പൊടി ഉള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പറിച്ചൊഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ചിലർക്കൊക്കെ അലർജിക്കാവാൻ ചാൻസ് ഉണ്ട് പൂമ്പൊടിയൊക്കെ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ചെമ്പരത്തിയൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പം നമ്മൾ ഈ ഒരു ചെമ്പരത്തിയിൽ ധാരാളം അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ അമിനോ ആസിഡ്സ് എന്ന് വെച്ചാൽ നമ്മളെ എൻകറേജ് ചെയ്യുന്ന നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. നമ്മളെ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടി കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഹെയർ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ചെമ്പരത്തി എന്ന് പറയുന്നത് നല്ലതാണ് മുടി വളർച്ചയ്ക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ സ്ട്രാൻഡ്സിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ്സും ബ്രേക്കേജും ഒക്കെ കംപ്ലീറ്റ് കളഞ്ഞിട്ട് നമ്മുടെ മുടിയൊന്ന് ഷൈനി ആയിട്ട് നമ്മൾ എന്താ സോഫ്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് നമ്മൾ ഈ ചെമ്പരത്തിത്താളി ഇതുപോലെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് ഫോളോ ചെയ്ത് വരുന്ന മെത്തേഡാണ് ഈ ഒരു ചെമ്പരത്തിത്താളി. അപ്പോൾ ഈ ചെമ്പരത്തി ഒരു കണ്ടീഷണർ പോലെയാണ്. നമ്മൾ ഈ ഡ്രൈനെസ് ഒക്കെ മാറി ഒന്ന് ഹെയർ ഒന്ന് സോഫ്റ്റ് ആക്കി വെക്കാനൊക്കെ നല്ലതാണ് നമ്മൾ ഈ ഒരു ചെമ്പരത്തിയും കൂടി താളിയിൽ കൊടുക്കുന്നത്. അതുപോലെ നമ്മളെ ചെമ്പരത്തിയുടെ ഇലയും നല്ലതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് അരയ്ക്കേണ്ട, നമ്മൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം ഫസ്റ്റ് ഞാൻ ഇട്ടത് ഇതാണ്, നമ്മളെ നീമിൻ്റെ ഇലയാണ്, ആര്യവേപ്പിൻ്റെ ഇല. അത് കുറച്ചൊന്ന് അരഞ്ഞ് കിട്ടാൻ പണിയാണ്. ബാക്കിയൊക്കെ നമുക്ക് ഒട്ടുമിക്കതും വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടും. അലോവേരയും അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളൊക്കെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പം ഞാൻ കുറച്ചൊരു വാട്ടറി ഫോം ആയിട്ടുണ്ടല്ലോ ഇപ്പം ആ ജെല്ലൊക്കെ ഇട്ടത് കാരണം. ഇനി നമ്മൾ ഇടുന്നത് നമ്മളെ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ തുളസിയാണ് നമുക്കിനി അരച്ച് ചതച്ചെടുക്കാനുള്ളതെന്ന്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഇതൊന്ന് ചുരുട്ടി ഒന്ന് ഞെരടിയിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കെന്താ, അത് കുറേ നമ്മൾ നേരെ ഡയറക്റ്റ് ഇട്ടാൽ എനിക്ക് അത് അരയ്ക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും ചതച്ചെടുക്കാനൊക്കെ, കാരണം അത് പൊങ്ങി വരും മുകളിലേക്ക്. അപ്പം ഞാൻ അതൊന്ന് പിച്ചി ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ ഇങ്ങനെയൊന്ന്. അപ്പം അതാകുമ്പോൾ സുഖമായിരിക്കും. അപ്പം ചെമ്പരത്തീൻ്റെ ഇലയും തുളസിയും ഞാൻ ലാസ്റ്റ് ഒന്നാകെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ കല്ലിലൊന്നും ഇട്ട് ഈ ചതച്ചെടുക്കണം എന്നൊന്നുമില്ല. മിക്സിയിൽ അടിച്ചിട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം. പക്ഷെ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു എനിക്കൊരിത് തോന്നാറില്ല. കാരണം മിക്സിയിൽ അടിച്ച് വരുമ്പോൾ അതിനൊരു ചൂടായിരിക്കും. ഈ കല്ലിലിട്ടതുപോലെ ചതച്ച് നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും ഈ ഒരു താളിക്ക്. അപ്പം അത് രണ്ടും വേറെ തന്നെയാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നത് ഇതും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈം പുറത്ത് വെച്ചിട്ട് ആ ഒരു ചൂടൊക്കെ പോയതിന് ശേഷം യൂസ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിത് കംപ്ലീറ്റ് എല്ലാം ഇട്ടിട്ട് ഇതുപോലെ ഒന്നും കൂടി ചതച്ച് എടുക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കണമെന്നില്ല, ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ചതഞ്ഞ് കിട്ടിയാൽ മതി. നമുക്കതിൻ്റെ ആ ഒരു കൊഴുപ്പ് ഇങ്ങനെ നമ്മളിങ്ങനെ ചതയ്ക്കുമ്പം വരും കംപ്ലീറ്റ്. നമ്മളെ ചെമ്പരത്തിയുടെ ഇല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കുമ്പോൾ തന്നെ വഴുവഴുപ്പ് വരും.
വഴുവഴുത്ത് വരും. അതുപോലെ തന്നെ നമ്മളെ ജെല്ലും അതുപോലെ തന്നെ ആ ഒരു ഫോമിലാണല്ലോ. പിന്നെയും നമ്മളെ ടോം ഇതിലേക്ക് ഓടിക്കളിച്ച് പിന്നെയും വന്നിട്ടുണ്ട്. നമ്മൾ ഈ പാത്രങ്ങളൊക്കെ കാണുമ്പം മൂപ്പര് വിചാരിക്കുന്നവർക്ക് ഫുഡ് കഴിക്കാൻ എന്തോ വെച്ചതാണെന്നാണ്. അപ്പം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുക്കാം കേട്ടോ. അതുപോലെ അപ്പം നമ്മൾ ഈ ചെമ്പരത്തിയുടെ ഇല എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം നല്ലതാണ്. നമ്മളെ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ നമ്മളെ മുടിയുടെ സ്ട്രെങ്ത്ത് കൂട്ടാനും നമ്മളെ ഒരു സിൽക്കി ടെക്സ്ചറാക്കാൻ നമ്മളെ ഹെയറിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് ഡ്രൈനെസ് ഒക്കെ ഉള്ളത് ഒന്ന് പോക്കുന്നുള്ളൊരു സിൽക്കി പോലെ ആക്കിയെടുക്കാനും നല്ലതാണ് നമ്മളിതുപോലെ ചെമ്പരത്തീൻ്റെ ഇലയൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ തുളസിയുടെ കാര്യം പറയേണ്ട, നല്ല ആൻറ്റി ഫംഗൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് നമ്മളെ ഈ ഒരു തുളസിക്കുള്ളത്. നമ്മളെ തലയിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കുരുകളും താരനും പേനിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിലൊക്കെ കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് തുളസിയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരുവിധം ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ചതയ്ക്കുന്നതിനനുസരിച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്നിട്ടുണ്ടോ, വഴുവഴുത്ത് കുഴുവഴുത്തിട്ടാണ് കംപ്ലീറ്റ് വരുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മളെ താളി കിട്ടേണ്ടത്. ആ ഒരു ടെക്സ്ചറിലാണ് നല്ല വഴുവഴുത്ത് നല്ല കൊഴുത്തിട്ട് കിട്ടണം. എന്നാലേ നമ്മളെ ഈ ഒരു സ്കാൽപ്പിൽ നമ്മളെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം ആ ഒരു നമ്മളെ വിചാരിച്ച ആ ഒരു ടെക്സ്ചറും സിൽക്കിയൊക്കെ ആയിട്ട് നമ്മളെ ഹെയർ നിൽക്കുള്ളൂ. കണ്ടില്ലേ, ഞാൻ പിഴിഞ്ഞെടുക്കുമ്പം തന്നെ നല്ല വഴുവഴുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഒരു പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോമിൽ നമ്മൾ ചതച്ചിട്ട് കിട്ടണം. പിന്നെ നിങ്ങൾക്ക് കൈ കൊണ്ടൊന്ന് ഞെരടി എടുത്താലും മതി. ഇതുപോലെ കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കാം ഈ ഇലകളൊക്കെ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വീട്ടിൽ അമ്മിക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അമ്മിക്കുട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൽ അരച്ചോ ചതച്ചോ ഒക്കെ എടുത്താലും മതി. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവില്ല. പിന്നെ നമ്മൾ ഈ വീഡിയോസിൽ കാണിക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉണ്ടാക്കാനൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാകും. കാരണം ഈ നമ്മൾ പതുക്കെ അല്ലേ വീഡിയോയിൽ കാണിക്കാം. നമുക്കിത് ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ ഇത്ര ടൈമും കാര്യങ്ങളൊന്നും വരില്ല, സിമ്പിളാണ്. അപ്പോൾ കണ്ടില്ല, നല്ല പതയിട്ട് നമ്മളെ ഷാമ്പൂ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഷാമ്പൂവിൻ്റെ ഞാൻ ഹെർബൽ ഷാമ്പു ഞാൻ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഹെർബൽ ഷാമ്പു ഞാൻ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്കൊരു നാച്ചുറൽ ഷാമ്പൂ എന്ന് വേണമെങ്കിലും പറയാം. കാരണം ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. നമ്മളെ സ്കാൽപ്പ് നല്ല നീറ്റാവും ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ നല്ല വൃത്തിയായിരിക്കും. താരനും അങ്ങനെയുള്ളതൊക്കെ കംപ്ലീറ്റ് പോവും. പതഞ്ഞ് വരുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കുറച്ചൊക്കെ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഓയിൽ നമ്മളെ തലേന്ന് കംപ്ലീറ്റ് ഒഴിവായിട്ട് കിട്ടുകയും ചെയ്യും. എന്ന് കരുതി ഇങ്ങനെ പാറി കിടക്കില്ല, ഒരു സോഫ്റ്റ് സിൽക്കിയായിട്ടാണ് നമ്മളെ ഹെയർ കിടക്കുകയും ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലുള്ളതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ചണ്ടികളൊക്കെ ബാക്കിയുള്ളത് നമ്മളെ അതിൻ്റെ ആവശ്യമില്ല, അത് തലയിൽ തേക്കണം. നമുക്ക് ഈ ഇതിൻ്റെ ഈ ഒരു വാട്ടർ ഫോം മാത്രം മതി. അപ്പോൾ ചണ്ടികൾ കംപ്ലീറ്റ് ഞാൻ മാറ്റിയിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കിതിൻ്റെ നമ്മളെ താളി ഇങ്ങനെ മാറ്റിയെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിൽ നല്ലത്, ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഹെയറിന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇതിലൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത് ടൈം മാനേജ്മെൻ്റ് ആണ്. കുറച്ച് ടൈമും കാര്യങ്ങളും എടുക്കും നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് നാച്ചുറലായിട്ട് ചെയ്യുന്ന സമയത്ത്. ബാക്കി ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ഈ ആയുർവേദിക്കായിട്ട് നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെയെന്ന് വെച്ചാൽ സിറ്റിയിലുള്ളവർക്കൊക്കെ ഇതുപോലെ നമ്മളെ സാധനങ്ങളൊക്കെ കിട്ടാനൊക്കെ ഒരു പ്രയാസമായിരിക്കും. അതും ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടാണ്. അല്ലാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ ചെയ്യുന്നതാണ്. കെമിക്കൽ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അപ്പോഴുള്ള ആ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. നമുക്ക് പിന്നെ ഭാവിയിലേക്ക് നോക്കുന്ന സമയത്ത് അതിന് കുറേ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മളെ താളിയൊക്കെ ഞാൻ റെഡിയാക്കി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നമ്മളെ കല്ലൊക്കെ ഒന്ന് കഴുകാനുണ്ട്. അപ്പം അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പം ജസ്റ്റ് ഞാനൊന്ന് കൈ വാഷ് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് നമ്മളെ താളി ഒന്ന് നോക്കാം. അപ്പോൾ നല്ല അടിപൊളി താളിയാണ് കേട്ടോ. നല്ല തണുപ്പാണ്. നമുക്ക് ഇതിൽ കൈയിടുമ്പം തന്നെ നല്ല തണുപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഹെയർ ഗ്രോത്തിനും നമ്മളെ സ്കാൽപ്പ് നീറ്റാക്കി വെക്കാനും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും ഡാൻഡ്രഫൊക്കെ കംപ്ലീറ്റ് പോകാനുള്ള നല്ല അടിപൊളി നാച്ചുറൽ 100% നാച്ചുറലായിട്ടുള്ള താളിയാണിത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക, ആഴ്ചയിലൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നമ്മളെ ഹെയറിനും ഹെയർ ഗ്രോത്തിനും ഒക്കെ.
അപ്പോൾ ഇത് നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് നിങ്ങൾക്ക് തലയിൽ വെക്കാം. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് സാധാ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കുളിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കൂടുതൽ സമയമൊന്നും വെക്കേണ്ട, തണുപ്പായത് കാരണം ചിലർക്കൊക്കെ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ തണുപ്പ് നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു താളിയാണ് ഇത്. ഇനി ആഴ്ചയിൽ 1-2 തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ബോയ്സിനും ഗേൾസിനും അതുപോലെ മുതിർന്നവർക്കൊക്കെ പ്രായം കൂടിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ താളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മിക്സിയിൽ അടിച്ചിട്ട് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ചൂട് പോയതിന് ശേഷം മാത്രം തലയിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.